ഇമ്പോർട്ടൻറ്റ് സി പ്രോഗ്രാംസ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യം 3 പ്രോഗ്രാംസ് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോ, വൈകിട്ടുള്ള വീഡിയോയ്ക്കാണ്. നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10 പ്രിന്റ് ചെയ്യാനും ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും അതുപോലെ തന്നെ ആദ്യത്തെ 10 നമ്പേഴ്സ് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്തിരുന്നു. ഇനി നമുക്ക് അതിനുശേഷം ബാക്കി കുറച്ചുകൂടെ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. പഴയ വീഡിയോയിൽ നമ്മൾ 3 ലൂപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഈ 3 ലൂപ്പുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാനുണ്ടെങ്കിൽ ഈ ലൂപ്പുകളൊന്ന് നമ്മൾ പ്രോഗ്രാംസ്, ഈ ലൂപ്പുകൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസ് കുറച്ച് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പുതിയ പ്രോഗ്രാംസ് പഠിക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, write a program to print the sum of natural numbers up to 10. ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഇതിനെ ഒന്നുകൂടെ നമുക്ക് പറ്റുന്നെങ്കിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്ര ഇതാണ് കണ്ടുപിടിക്കുന്നത്. ക്വസ്റ്റ്യൻ, റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10. നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാം. 10 വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാം. അതായത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് 6 പ്ലസ് 7 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10. ആ വാല്യൂ എത്രയാണ്? വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? സി പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു സീരീസ് ഓഫ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായാൽ എപ്പോഴും മനസ്സിലൊരു കാര്യം കൊണ്ടുവച്ചാൽ നമുക്ക് ജനറൽ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. ആ ജനറൽ ഇക്വേഷൻ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാണ്. എപ്പോഴും നമുക്ക് സീക്വൻസ് ഓഫ് നമ്പേഴ്സ്, ഒരു സീരീസ് ഓഫ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കേണ്ട സാഹചര്യം വന്നാൽ we can use a general formula sum is equal to sum plus a. a എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ട നമ്പേഴ്സ് അല്ലെ സം കണ്ടുപിടിക്കേണ്ട ആ സീക്വൻസിലുള്ള ഓരോ നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ടേമാണ് a. എന്നോ b എന്നോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ a എന്ന് എഴുതി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. sum is equal to sum plus a where sum should be initialized to 0. ഇതാണ് എപ്പോഴെങ്കിലും ഒരു സീക്വൻസ് ഓഫ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കേണ്ട സാഹചര്യം വന്നാൽ, ഒരു സീരീസ് ഓഫ് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കേണ്ട സാഹചര്യം വന്നാൽ, കുറെ നമ്പറുകളുടെ സം കണ്ടുപിടിക്കേണ്ട സാഹചര്യം വരുന്ന സാഹചര്യത്തിൽ അങ്ങനെ സീക്വൻസ് ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഒരു ജനറൽ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു ജനറൽ ഫോർമുല നമ്മളായിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ എന്നൊരു ഫോർമുല, ആ എ എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്യേണ്ടത് സം കണ്ടുപിടിക്കേണ്ട ആ സീക്വൻസിലെ ഓരോ നമ്പേഴ്സിനെയുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ജനറൽ ടേമാണ് എ. എന്നാൽ എപ്പോഴും യൂസ് ചെയ്യുന്നതിന് നമുക്ക് വേരിയബിൾ ഏത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ വേരിയബിളിനെ എ എന്ന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഒരു സീരീസ് ഓഫ് നമ്പേഴ്സിനെ സം കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ we can use the formula sum is equal to sum plus a where sum should be initialized to 0. ഇത് ഓർത്ത് വെച്ചേക്കുക. എപ്പോഴും ഒരു സീക്വൻസ് ഓഫ് നമ്പറിന്റെ സം കണ്ടുപിടിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനൊരു ഫോർമുലയെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിന്റ് ദ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 10. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര അപ് ടു 10. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിന്റെ ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ നാച്ചുറൽ നമ്പർ നമ്മൾ 1 എടുക്കും. നാച്ചുറൽ നമ്പർ നമുക്ക് a എന്ന് ആദ്യം a യുടെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇനി ഈ a യുടെ വാല്യൂ 1 ആണ് അല്ലെ. നമുക്ക് സം കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു ജനറൽ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് a. അപ്പോൾ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് a എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സം ഷുഡ് ബി ഇനിഷ്യലൈസ്ഡ് ടു 0. സമ്മിന്റെ വാല്യൂ നേരത്തെ നമ്മൾ 0 ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് അല്ലെ. സമ്മിന്റെ വാല്യൂ 0 ആണ്, a യുടെ വാല്യൂ 1. then sum is equal to sum plus a means ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ 0 പ്ലസ് a യുടെ വാല്യൂ 1. അപ്പോൾ 0 പ്ലസ് 1 1. അപ്പോൾ സമ്മിന്റെ വാല്യൂ എന്തായി? 0 പ്ലസ് 1 1 ആയി. ഓക്കെ, then ഇപ്പോൾ സമ്മിന്റെ വാല്യൂ 1 ഉം a യുടെ വാല്യൂ 1 ആണ്. നമുക്ക് ഇനി അടുത്ത നാച്ചുറൽ നമ്പർ കിട്ടുമ്പോൾ നമുക്ക് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ 1 പ്ലസ് 1 2 3 4 ആണ്. ഇപ്പൊ a 1 ആയിരുന്നു. അടുത്താണ് a എന്താണ്? 2 ആവും. 2 ആണെങ്കിൽ ഇപ്പോഴത്തെ a യുടെ കൂടെ ഒന്നുകൂടെ കൂട്ടും. അപ്പോൾ നമുക്കറിയാം നമുക്ക് a യുടെ വാല്യൂ നമ്മൾ കൂട്ടി a is equal to a plus 1 എന്ന് എഴുതിയാൽ a യുടെ വാല്യൂ നമ്മൾ കൂട്ടും. That means a is now 1. It becomes 2.
Then we are executing the instruction. So a is equal to a plus 1. A is equal to a plus 1 means a value 1 and 1 plus 1 2. A value 2. So a value 2. Okay. Then sum is equal to sum plus a is equal to a plus 1. So a value 2. Okay. Then ini നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 1 ന്റെ കൂടെ നമുക്ക് നേരത്തെ 1 ഉണ്ട്, അതിന്റെ കൂടെ അടുത്ത 2 ആഡ് ചെയ്യണം. ശരിയല്ലേ? അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. സം ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ, സമ്മിന്റെ വാല്യൂ എത്രയാണ്? 1 1 പ്ലസ് ഇപ്പോഴത്തെ എയുടെ വാല്യൂ എത്രയാണ്? 2 1 പ്ലസ് 2 എത്രയാണ്? 3 ആയി. സമ്മിന്റെ വാല്യൂ 3 ആയി. ഓക്കെ. അങ്ങനെ ഈ രണ്ട് സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാം. അങ്ങനെ ഈ രണ്ട് സ്റ്റെപ്പുകളാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരേ പ്രോഗ്രാമിൽ ഒരേ സ്റ്റെപ്പുകൾ തന്നെ കണ്ടിന്യൂസ് ആയി റിപ്പീറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ വരികയാണെങ്കിൽ നമുക്ക് അവരെ എന്തിനകത്ത് യൂസ് ചെയ്യാം? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് യൂസ് ചെയ്യാം. നമ്മുടെ 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. അതിനകത്ത് ആദ്യത്തെ ലൂപ്പായ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം നമുക്ക്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് കയറുവാണ്. ഞാൻ ജസ്റ്റ് ലോജിക്ക് മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ പ്രോഗ്രാം എന്നുള്ള വാക്ക് എഴുതിയ ശേഷം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഹാഷ് ഇൻക്ലൂഡ് stdio. Okay. Then normally as usual void main curly bracket open. എത്ര വേരിയബിൾസ് ഉണ്ടാവും ഈ പ്രോഗ്രാമിൽ? നമുക്കറിയാം നമ്മൾ റെപ്രസെന്റ് നാച്ചുറൽ നമ്പർ a ആണ്. അതൊരു വേരിയബിൾ. ഈ നാച്ചുറൽ നമ്പറുടെ സം എന്ന് പറയുന്നത് കൂട്ടി കിട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് സം എന്ന് പറഞ്ഞാൽ മറ്റൊരു വാല്യൂ അല്ലേ? അപ്പൊ എന്തായാലും രണ്ട് വേരിയബിൾസ് നമുക്ക് ഈ പ്രോഗ്രാമിൽ ഉണ്ട്. ശരിയല്ലേ? അപ്പൊ ഇന്റെ ആദ്യം നാച്ചുറൽ നമ്പർ സീക്വൻസ് ഓഫ് നമ്പറിന്റെ സം കണ്ടുപിടിക്കേണ്ട സാഹചര്യം നമ്മൾ യൂസ് ചെയ്യുന്നത് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ എന്നാണ്. വേറെ സം ഷുഡ് ബി ഇനിഷ്യലൈസ്ഡ് ടു 0. അതായത് നമുക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ സമ്മിന്റെ വാല്യൂ എന്തായാലും ഡിക്ലെയർ ചെയ്യാം. സം ഈസ് ഈക്വൽ ടു 0 എന്നതാണ്. അതായത് സമ്മിന് ആദ്യമേ നമ്മുടെ ഇനിഷ്യൽ വാല്യൂ കൊടുത്തു 0. ഓക്കെ. ആവശ്യമാണെങ്കിൽ നമുക്ക് CLR അതിന്റെ പർപ്പസ് സ്ക്രീൻ ക്ലിയർ ചെയ്യുക എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഹാഷിംഗ് this is a step where we are including the header file called stdio.h into the program. Then we are initializing the value of a with 1 and sum is equal to set to 0. Okay. A എന്ന് പറയുന്നത് നമുക്ക് നാച്ചുറൽ നമ്പറിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ വരുന്ന ഓരോ നാച്ചുറൽ നമ്പറിന്റെയും റെപ്രസെന്റ് ജനറൽ ടേം ആണ് a. ഈ നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണോ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ ആണ് സം. ഓക്കെ. അങ്ങനെ രണ്ട് വേരിയബിൾസ് ആണ് നമ്മുടെ പ്രോഗ്രാം യൂസ് ചെയ്തത്. നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ എയും ഉണ്ട് സമം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോ നാച്ചുറൽ നമ്പർ എടുക്കുക. ആ നാച്ചുറൽ നമ്പറിനെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലയ്ക്കാണ് അപ്ലൈ ചെയ്യുക. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ. അതിനുശേഷം നാച്ചുറൽ നമ്പറിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക. വീണ്ടും സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ ചെയ്യുക. നാച്ചുറൽ നമ്പറിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുക. അതായത് ഈ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റിപ്പീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ലൂപ്പ് യൂസ് നമുക്ക് വൈൽ ലൂപ്പ് യൂസ് നമുക്കൊരു കണ്ടീഷൻ. എന്താണ് കണ്ടീഷൻ? 1 2 3 4 ഇങ്ങനെയാണ് കൂട്ടേണ്ടത് അല്ലെ? ഓരോ നാച്ചുറൽ എ ഇങ്ങനെ ഓരോ കൂടിക്കൊണ്ടിരിക്കണം. ആ എ ഇപ്പോൾ ഉള്ള സമ്മറോട് കൂട്ടിച്ചേർത്തോണ്ടിരിക്കണം. ശരിയല്ലേ? അങ്ങനെ എവിടെ വരെ എ കൂടാം? 10 വരെ കൂടാം. കാരണം നമ്മൾ 10 വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സമ്മാണ്. 11ന്റെ വേണ്ട. അപ്പൊ നമുക്ക് എ എപ്പോഴും എവിടെ വരെ വരാവുള്ളൂ? 10 വരെ വരാം. അതായത് എ 10 10 10നേക്കാൾ ചെറുതായിരിക്കുമ്പോഴോ മാത്രമേ ഈ സമ്മിന്റെ അഡീഷൻ നടക്കാവുള്ളൂ അല്ലെ? അപ്പൊ കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ എ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്നായിരുന്നു കണ്ടീഷൻ. ഓക്കെ. അപ്പൊ എ 10നേക്കാൾ ചെറുത് ഈക്വൽ ആവുന്നത്രയും കാലം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ? ഈ സമ്മിന്റെ അഡീഷൻ നടക്കാവുള്ളൂ. എപ്പോഴെങ്കിലും എ 10നേക്കാൾ വലുതായാൽ യു ക്യാൻ സ്റ്റോപ്പ് അല്ലെ? അപ്പൊ ഇതാണ് കണ്ടീഷൻ. വൈൽ എ ലെസ് ദാൻ ഈക്വൽ ടു 10 നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ അല്ലെ? എ ഓരോന്നോടെ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം. എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 1. ഇതിനോട് നമുക്ക് ചെയ്യണം. ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രിന്റ് ചെയ്യണം. റിസൾട്ട് സമ്മാണ്. സമ്മാണ് കണ്ടുപിടിക്കുന്നത്. ഈ സമ്മ പ്രിന്റ് ചെയ്യേണ്ടത് ലൂപ്പിനകത്താണോ ലൂപ്പിന് പുറത്താണോ? ഇതൊരു കൺഫ്യൂഷൻ. എത്ര ഉള്ളൂ കുഴപ്പം? സം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 പ്ലസ് എക്സെട്ര അപ് ടു 10 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 55 ഒരു വാല്യൂ. ആ വാല്യൂവിൽ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഇടയ്ക്കുള്ള ഇന്റർമീഡിയറ്റ് വാല്യൂസ് ഒന്നും നമുക്ക് കാണണ്ട. നമ്മളെന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? എനിക്ക് 1 മുതൽ 10 വരെ നാച്ചുറൽ നമ്പറിന്റെ സം കണ്ടുപിടിക്കാൻ ചോദിക്കുമ്പോൾ ഐ ഷുഡ് ഗെറ്റ് ദ ലാസ്റ്റ് വാല്യൂ, ഐ ഷുഡ് ഗെറ്റ് ദ ഫൈനൽ വാല്യൂ അല്ലെ? അതായത് ഇടയ്ക്ക് ഇത്ര വാല്യൂസ് കിട്ടുന്നുണ്ടോ ഞാൻ അറിയേണ്ട കാര്യമില്ല അല്ലെ? യൂസർ കസ്റ്റമർ അറിയേണ്ടത്, നമ്മുടെ യൂസർ അറിയേണ്ടത് അയാൾക്ക്
ഫൈനൽ വാല്യൂ മാത്രം കിട്ടിയാൽ മതി. ഇപ്പൊ ലൂപ്പിനകത്ത് എഴുതിയാൽ ഓരോ തവണയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമ്മിന്റെ ഇന്റർമീഡിയറ്റ് വാല്യൂസ് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ആവശ്യമില്ല. ഈ ലൂപ്പ് തീരുമ്പോഴാണ് സമ്മിന്റെ വാല്യൂ കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എപ്പോഴും എഴുതുക ഈ സം കണ്ടുപിടിക്കുന്ന പ്രോഗ്രാംസ് മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെയാണ്. ഇങ്ങനെ സീക്വൻസിന്റെ സം കണ്ടുപിടിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം പ്രിന്റ് ചെയ്യേണ്ടി വരുന്നത്. ആ വാല്യൂ പ്രിന്റ് ചെയ്യേണ്ടി വരുന്നത് ലൂപ്പിന് താഴെയായിരിക്കും, ലൂപ്പിന് പുറത്തായിരിക്കും. പ്രിന്റ് bracket sum is percentage d comma then get ch. നോക്കാം പ്രോഗ്രാമിന്റെ വർക്ക് ചെയ്യാം. ആദ്യം ഹാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. then void name ഇനി എന്നുള്ള വേരിയബിൾ ഉണ്ട്. എയുടെ വാല്യൂ ഈ സൈഡിലേക്ക് എഴുതുവാണ്. എയുടെ വാല്യൂ ആദ്യം 1 ആണ്. സമ്മിന്റെ വാല്യൂ 0. then CLRS സ്ക്രീൻ ക്ലിയർ ചെയ്യും. അതിനുശേഷം നോക്കി y a എത്രയാണ് 1 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. 1 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വൈ ലൂപ്പ് അനുസരിച്ച് ലൂപ്പിനകത്തേക്ക് കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ലൂപ്പിനകത്തേക്ക് കയറും. ലൂപ്പിനകത്തേക്ക് കയറിയ ശേഷം എന്താ സം ഈസ് ഈക്വൽ ടു സം പ്ലസ് a. ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ 0 ആണ്. 0 പ്ലസ് a യുടെ വാല്യൂ 1 ആണ്. 0 പ്ലസ് 1 1. അപ്പൊ സമ്മിന്റെ വാല്യൂ മാറി. അത്രയായിരുന്നു നേരത്തെ 0 ആയിരുന്നു, അതിപ്പോ 1 ആയി. ഓക്കെ. then a is equal to ഇപ്പോഴത്തെ യുടെ വാല്യൂ 1. 1 plus 1 2. 2 എന്നുള്ള വാല്യൂ എവിടെ വന്ന് സ്റ്റോർ ആയി? a യിൽ വന്ന് സ്റ്റോർ ആയി. അപ്പൊ യുടെ വാല്യൂ വീണ്ടും ചേഞ്ച് ചെയ്തു 2. ഓക്കെ. ഇതിനർത്ഥം go back to the beginning of the loop എന്നാണ്. ഇവിടെ ചെയ്ത ശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ a less than or equal to 10. കണ്ടീഷൻ a 2 ആണ്. 2 less than or equal to 10 രണ്ട് 10നേക്കാൾ ചെറുതാണ്. കണ്ടീഷൻ 2 ആണ്. കണ്ടീഷൻ 2 ആയാണ് ലൂപ്പിനകത്ത് കയറും. സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. സം ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ 1 പ്ലസ് ഇപ്പോഴത്തെ യുടെ വാല്യൂ 2. 1 പ്ലസ് 2 സമ്മിന്റെ വാല്യൂ 3. ഓക്കെ. എയുടെ വാല്യൂ 2 ആയിരുന്നു. 2 പ്ലസ് 1 3. ആ റിസൾട്ട് എവിടെ വരും? a യിൽ വരും. അപ്പൊ എയുടെ വാല്യൂ 2 എന്നുള്ളത് മാറി 3 ആയി. ഇത് ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോകാൻ വേണ്ടിയാണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിനകത്ത് കയറി സം ഈസ് ഈക്വൽ ടു സം പ്ലസ് a. സമ്മിന്റെ വാല്യൂ 3 ആണ്. എയുടെ വാല്യൂ 3 ആണ്. അപ്പൊ 3 പ്ലസ് 3 6 ആയി. ആ 6 എന്നുള്ള വാല്യൂ സമ്മിൽ സ്റ്റോർ ചെയ്തു. സമ്മിന്റെ വാല്യൂ 6 ആയി. then തൊട്ട് താഴെ ലൈനിലേക്ക് വരും. അവിടെ a is equal to ഇപ്പോഴത്തെ എയുടെ വാല്യൂ 3 പ്ലസ് 1 4. എയുടെ വാല്യൂ 4 ആയി. തിരിച്ച് ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് പോയി. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. ലൂപ്പിനകത്ത് കയറി. എന്നിട്ട് സം ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ 6. 6 പ്ലസ് a യുടെ വാല്യൂ 4. 6 പ്ലസ് 4 10 ആണ്. സമ്മിന്റെ വാല്യൂ 6 എന്നുള്ള മാറിയപ്പോൾ 10 ആണ്. ഓക്കെ. then a എത്രയായിരുന്നു? 4 ആയിരുന്നു. 4 പ്ലസ് 1 5. 5 യോടെ വന്നു a യിൽ വന്നു. അപ്പോൾ 5 യുടെ വാല്യൂ 5. ഓക്കെ. തിരിച്ചു 5 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിനകത്ത് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് ഈ സമ്മിന്റെ വാല്യൂ 10. 10 പ്ലസ് a യുടെ വാല്യൂ 5. 10 പ്ലസ് 5 15. സമ്മിന്റെ വാല്യൂ മാറി 15. ഓക്കെ. എയുടെ വാല്യൂ 5 ആയിരുന്നു. ഒന്നുകൂടെ കൂടി 6 ആയി. ഓക്കെ. തിരിച്ച് ലൂപ്പിന്റെ ബിഗിനിങ്ങിൽ പോയി 6 ലെസ് ആർ ഈക്വൽ ടു 10. 6 ലെസ് ആർ ഈക്വൽ ടു 10 ആണെന്ന് നോക്കിയ കണ്ടീഷൻ 6 ലെസ് ആർ ഈക്വൽ ടു 10 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. ലൂപ്പിനകത്തേക്ക് കയറും. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് 15 പ്ലസ് 6 എത്രയാണ്? 15 പ്ലസ് 6 21. ഓക്കെ. a ഈസ് ഈക്വൽ ടു a പ്ലസ് 1. then എത്രയായി? 6 പ്ലസ് 1 7. 7 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ. അതേക്ക് കയറി. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് a. 21 പ്ലസ് 7 28. ഓക്കെ. then a യുടെ വാല്യൂ നമ്മൾ കൂടി 7 പ്ലസ് 1 8. തിരിച്ചു പോയി 8 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതേക്ക് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് a. 28 പ്ലസ് 8 അല്ലേ? 28 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 36. എയുടെ വാല്യൂ ഒന്നുകൂടെ കൂടി a 9 ആയി. 9 ലെസ് നേരെ ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് ഇവിടെ വന്നിട്ട് ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് തിരിച്ചു പോകും. 9 ലെസ് ആർ ഈക്വൽ ടു 10 ആണ്. 9 ലെസ് ആർ ഈക്വൽ ടു 10 ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അതേക്ക് സം ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ 36 പ്ലസ് 9. 36 പ്ലസ് 9 45. സമ്മിന്റെ വാല്യൂ 45. Okay. Then a is equal to the value 9. 9 plus 1 10. 9 plus 1 10. Okay.
ഇത് കാണുമ്പോൾ ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് തിരിച്ചു പോകും. അവിടെ ചെന്ന ശേഷം 10 ലെസ് ആർ ഈക്വൽ ടു 10 ലെസ് ആർ ഈക്വൽ ടു 10 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണ്. അകത്തേക്ക് കയറി സം ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ 45 പ്ലസ് എ യുടെ വാല്യൂ 10. 45 പ്ലസ് 10 equals 55. Okay. Then a is equal to ഇപ്പോഴത്തെ എ യുടെ വാല്യൂ 10 10 പ്ലസ് 1 11. എ യുടെ വാല്യൂ 11. തിരിച്ച് ലൂപ്പിന്റെ ബിഗിനിങ്ങിൽ പോയി 11 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ. 11 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ. സോറി 11 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പിന് പുറത്തു വരും. ലൂപ്പിന് പുറത്ത് അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകും. അവിടെ പ്രിന്റ്എഫ് ആണ്. പ്രിന്റ്എഫ് സം ഈസ് ഇപ്പോഴത്തെ സമ്മിന്റെ എത്രയാണ് 55 എന്നുള്ള വാല്യൂ എന്ത് ചെയ്യും സ്റ്റോപ്പ്. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നേരത്തെ പറയാം. ഈ പ്രിന്റ്എഫ് ഈ ലൂപ്പിന്റെ അകത്താണ് എഴുതിയതെങ്കിൽ എന്ത് പറ്റും? നമ്മളറിയാം ഓരോ തവണ നമ്മൾ സമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ട്. ലൂപ്പിനകത്താണ് എഴുതിയതെങ്കിൽ ഈ സമയത്തെല്ലാം പ്രിന്റ് കണ്ടുപിടിക്കുന്ന എല്ലാം ഇടയ്ക്കിടയ്ക്ക് വരുന്ന 3ഉം 10ഉം സോറി 6ഉം 10ഉം 21ഉം എല്ലാം നമുക്ക് അത് കാണാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റും. പക്ഷെ യൂസർ എന്താ എക്സ്പെക്ട് ചെയ്യുന്നത്? 5% മാത്രം യൂസറിന് കിട്ടിയാൽ മതി. 10 തവണ സം കിട്ടും ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എത്ര? 55. അതറിഞ്ഞാൽ മതി. അതെപ്പോഴാണ് കിട്ടുന്നത്? ഈ ലൂപ്പിന് പുറത്ത് വരുമ്പോഴാണ്. ലൂപ്പിന് പുറത്ത് വരുന്നതുകൊണ്ടാണ് അപ്പോഴാണ് നമുക്ക് വാല്യൂ കിട്ടുന്നതുകൊണ്ട് തന്നെ അതിന്റെ എപ്പോഴും എഴുതാം ലൂപ്പിന് താഴെ എഴുതിയാൽ മതി. മോസ്റ്റ് പ്രോബബ്ലി ഇങ്ങനെ സീക്വൻസിന്റെ സം കണ്ടുപിടിക്കുന്ന പ്രോഗ്രാംസിന് ആ സം പ്രിന്റ് ചെയ്യേണ്ടത് മിക്കവാറും എപ്പോഴും ലൂപ്പ് ക്ലോസ് ചെയ്തതിന് ശേഷമായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേ സെയിം പ്രോഗ്രാം നമുക്ക് ഈവൻ നമ്പറിൽ ചെയ്യുന്നു. സംഭവം ഈവൻ നമ്പേഴ്സ് എന്നായിരുന്നെങ്കിൽ ഇതെങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കാം. സംഭവം ഈവൻ നമ്പേഴ്സ് എന്നായിരുന്നു പ്രോഗ്രാം വന്നിരുന്നെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയായിരുന്നു. പ്രോഗ്രാം രണ്ടാമത് അടുത്ത ക്വസ്റ്റൻ ആണ്. ഈ പ്രോഗ്രാം മോഡിഫൈ ചെയ്യണം. 2 plus 4 plus 6 plus 8 plus 10 എന്നായിരിക്കും അല്ലെ ഈ സമ്മാനിക്കും. ഇതിനെങ്ങനെ മോഡിഫൈ ചെയ്യാം? എയുടെ വാല്യൂ ആദ്യം 1 എന്നുള്ളത് 2 ആയിരിക്കും. ഇതും സീക്വൻസ് ഓഫ് നമ്പറിന്റെ സം അല്ലേ. എപ്പോഴും ഒരു സീരീസ് ഓഫ് നമ്പറിന്റെ സം കണ്ടുപിടിക്കേണ്ട സാഹചര്യം വന്നാൽ നമുക്ക് ഈ ഒരു ജനറൽ ഫോർമുല യൂസ് ചെയ്യാം. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് എ എന്നുള്ള ജനറൽ ഫോർമുല യൂസ് ചെയ്യാം അല്ലെ. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇത് തന്നെയാണ് കണ്ടീഷൻ. വ്യത്യാസം എയുടെ വാല്യൂ ഉള്ളതാണ്. എ ആദ്യം 2 ആണ്, അടുത്ത തവണ 3 അല്ല 4 ആണ്. അങ്ങനെയാണെങ്കിൽ 2 വെച്ചാണ് കിട്ടുന്നത്. നമ്മൾ ഈവൻ നമ്പർ എഴുതിയ ലോജിക്കാണ് യൂസ് ചെയ്തത്. എ ഈസ് ഈക്വൽ ടു എ പ്ലസ് 2 സെയിം ലോജിക്കാണ് അല്ലെ. ഓക്കെ. നമുക്ക് ഇതാണ് ഈവൻ നമ്പറിന്റെ സം കണ്ടുപിടിക്കാനുള്ളത്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ എയുടെ വാല്യൂ 2 സെറ്റ് ചെയ്തു. അതിനുശേഷം സമ്മിന്റെ വാല്യൂ 0 സെറ്റ് ചെയ്തു. ഓക്കെ. ദെൻ ക്ലിയർ സ്ക്രീൻ വേണമെങ്കിൽ ചെയ്യാം. y a എത്രയാ 2 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ. 2 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അതിലേക്ക് സം ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ 0 പ്ലസ് a യുടെ വാല്യൂ 0 പ്ലസ് a 0 a യുടെ വാല്യൂ 2 ആണ്. അപ്പോൾ റിസൾട്ട് ഓക്കെ. ദെൻ a യുടെ വാല്യൂ 2 ആയിരുന്നു. 2 കൂടെ കൂട്ടുമ്പോൾ a യുടെ വാല്യൂ 4 ആണ്. a യുടെ വാല്യൂ ചേഞ്ച് ചെയ്ത് 4 ആയി. ഓക്കെ. ഇവിടെ നമുക്ക് ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് തിരിച്ചു പോയി. 4 ലെസ് ആർ ഈക്വൽ ടു 10 എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണ്. 4 ലെസ് ആർ കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ അകത്തേക്ക് വരും. സം ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ 2 പ്ലസ് a യുടെ വാല്യൂ 4 സമ്മിന്റെ വാല്യൂ പ്ലസ് 4 6. ഓക്കെ. a 4 ആയിരുന്നു. 4 പ്ലസ് 2 6 ആണ് a യുടെ പുതിയ വാല്യൂ. a യുടെ വാല്യൂ 6. ഓക്കെ. ഇത് കാണുമ്പോൾ ലൂപ്പിന്റെ ബിഗിനിങ്ങിലേക്ക് തിരിച്ചു പോകും. 6 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ അകത്തേക്ക് കയറും. സം ഈസ് ഈക്വൽ ടു സം പ്ലസ് a സമ്മിന്റെ വാല്യൂ 6 ആണ്. 6 പ്ലസ് a എത്രയാ 6 പ്ലസ് 6 12. ഓക്കെ. a യുടെ വാല്യൂ 6 ആയിരുന്നു. 2 കൂടെ കൂടി എത്രയായി 8. ഓക്കെ. തിരിച്ചു പോയി 8 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണ്. 8 ലെസ് ആർ ഈക്വൽ ടു കണ്ടീഷൻ ട്രൂ ആയതാണ്. അകത്തേക്ക് സം ഈസ് ഈക്വൽ ടു സം പ്ലസ് സം എത്രയാ 12 പ്ലസ് a എത്രയാ 12 പ്ലസ് 8 20. ഇനി അടുത്ത ലൈൻ a ഈസ് ഈക്വൽ ടു a പ്ലസ് 2. a യുടെ വാല്യൂ 8 ആയിരുന്നു. 8 പ്ലസ് 2 10. ഓക്കെ. തിരിച്ചു പോയി while 10 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ സം ഈസ് ഈക്വൽ ടു ഇപ്പോഴത്തെ സമ്മിന്റെ വാല്യൂ 20 പ്ലസ് 10 എത്രയായി 30 ആയി. ഓക്കെ. then a is equal to a plus 2 10 plus 2 12 ആണ്. തിരിച്ചു പോകും. while 12 ലെസ് ആർ ഈക്വൽ ടു 10 കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ ലൂപ്പിന് പുറത്തു വരും. അവിടെ എന്താ the sum is 30 എന്ന് പ്രിന്റ് ചെയ്തു. ഓക്കെ. get ch പ്രോഗ്രാം സ്റ്റോപ്പ്. ഇതേ സെയിം ലോജിക് അപ്ലൈ ചെയ്തിട്ട് ഓഡ് നമ്പേഴ്സിന്റെ സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 10 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ
അസൈൻമെന്റ് ആയിട്ട് എഴുതുക. അസൈൻമെന്റ് ആയിട്ട് ചെയ്യേണ്ടത് സം ഓഫ് ഓഡ് നമ്പേഴ്സ് അപ് ടു 10.